നമസ്കാരം. ഒരു വാട്സപ്പ് നമ്പർ രണ്ട് ഫോണിൽ ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്ക് നോക്കാം. നോർമലി ഒരു നമ്പർ ഒരു ഫോണിലേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ പലപ്പോഴും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ രണ്ട് ഫോണിൽ ഒരേ നമ്പർ യൂസ് ചെയ്യേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. വാട്സപ്പിൻ്റെ ഉപയോഗം മിസ്യൂസ് ചെയ്യുന്നതും വാട്സപ്പ് ചോർത്തുന്നതും ഒക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഇത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ഒരു വാട്സപ്പ് എങ്ങനെ രണ്ട് ഫോണിൽ ഒരേ നമ്പർ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോണിലുള്ള വാട്സപ്പ് അതേ നമ്പറിനെ ഈ ഫോണിലും എങ്ങനെ ലഭിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ രണ്ട് വാട്സപ്പ് ഇവിടെ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലുള്ള ഈ ഒരു ബിസിനസ് വാട്സപ്പ് എങ്ങനെ ഈ ഫോണിലും ലഭിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ അഡീഷണലായിട്ട് നമ്പർ ലഭിക്കേണ്ട വാട്സപ്പിൽ വാട്സ്വെബ് എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഒരുപാട് വാട്സപ്പ് വെബ് ആപ്പുകളുണ്ട്. വാട്സ്വെബ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഈ ഫോണിൽ നമ്മുടെ ക്ലോൺ ചെയ്യേണ്ട ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വാട്സപ്പ് വെബ് എന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം ലിങ്ക് ഡിവൈസ് എന്ന് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു വാട്സ്വെബ് എന്നുള്ള ഇൻ്റർഫേസ് കാണാം. നമ്മുടെ ഫോണിൽ ക്യാമും ഓപ്പൺ ചെയ്ത് കാണാം. ഇവിടെ ഈ വാട്സ്വെബ് എന്നുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു വാട്സപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊക്കെയുള്ള ഒരു മെസ്സേജൊക്കെ കാണാം. അല്പം കഴിഞ്ഞ് നമുക്കൊരു ബാർകോഡ് അവിടെ കാണാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് വെബിൻ്റെ ഒരു ബാർകോഡ് QR കോഡ് ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ഫോണിലെ QR കോഡ് ഇതിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ഇവിടെ താഴെ നമ്മുടെ ഗൂഗിൾ ക്രോം, മാക്കോയ്സ് എന്നൊക്കെയുള്ള ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ചിഹ്നം കാണാം. നമ്മുടെ ഈ ഫോണിലുള്ള വാട്സപ്പ് അതേപോലെ ഈ ഒരു ഫോണിലേക്ക് ക്ലോൺ ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് രണ്ട് ഫോണിലും ഒരേ വാട്സപ്പ് ഇവിടെ കാണാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നതിൽ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. കാരണം വാട്സപ്പ് വെബ് എന്നുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൽ വാട്സപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോണിൽ എപ്പോഴും ഈ ഫോണിലും നെറ്റ് ഓൺ ആയിരിക്കണം. ഇവിടെ നെറ്റ് ഓഫ് ആയാൽ ഇവിടെ വാട്സപ്പ് ലഭിക്കില്ല. ഇതിൽ ഓൾറെഡി നെറ്റ് വേണം. പക്ഷേ ഈ സമയത്ത് രണ്ട് ഫോണിലും ഒരേ സമയം ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഒരു മെസ്സേജ് അയച്ച് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു മെസ്സേജ് അയച്ചു, ജസ്റ്റ് ഒരു സിമ്പിൾ അയച്ചു. ഇവിടെ അതിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഇവിടെ ഈ അയച്ച മെസ്സേജ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞു. ഇതാണ് ഈ അയച്ച മെസ്സേജ്. നോർമലി ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന ആ ഒരു കറക്റ്റ് ഇൻ്റർഫേസ് ലഭിക്കില്ലെങ്കിൽ വാട്സപ്പ് വെബിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ ലഭിക്കുക. എന്നാൽ ആവശ്യമായ കാര്യങ്ങൾ സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ റിസീവ് ചെയ്യാനും ഒക്കെ ഇതുവഴി സാധിക്കും. ഇനി ഇതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യണമെന്നില്ല, ഈ ഫോണിൻ്റെ വാട്സപ്പ് ഈ ഫോണിൽ ഉപയോഗിക്കൽ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെയുള്ള ലോഗൗട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ലോഗൗട്ടായി എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഈ ഫോണിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ വാട്സപ്പ് വെബ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് ലോഗൗട്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഈ ബാർകോഡാവും കാണുക. അതേപോലെ നമ്മുടെ ഫോണിൻ്റെ ഇവിടെ വാട്സപ്പ് വെബ് എന്നെടുത്താൽ ഇവിടെ ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമാണ് കാണിക്കുക. ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ചിഹ്നം കാണിക്കില്ല. എപ്പോഴും വാട്സപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഈ ഒരു മറ്റു ഫോണിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനും ഇവിടെ നമുക്ക് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.